ലോഗോസ് ക്വിസ് കമ്പാനിയൻ. എഫേസോസ് 3-4 അധ്യായങ്ങളാണ് ഇത്തവണ. ഒന്നാമത്തെ ചോദ്യം, എഫേസോസ് ലേഖനം 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻ എ 30 വാക്യങ്ങൾ, ഓപ്ഷൻ ബി 20 വാക്യങ്ങൾ, ഓപ്ഷൻ സി 21 വാക്യങ്ങൾ. ഉത്തരം 21 വാക്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, വിജാതിയരുടെ അപ്പസ്തോലൻ ആര്? ഓപ്ഷൻ എ പത്രോസ് ശ്ലീഹ, ഓപ്ഷൻ ബി പൗലോസ് ശ്ലീഹ, ഓപ്ഷൻ സി യാക്കോബ് ശ്ലീഹ. ഉത്തരം പൗലോസ് ശ്ലീഹ. മൂന്നാമത്തെ ചോദ്യം, പൗലോസ് ശ്ലീഹ ആരെ പ്രതി തടവുകാരനായിരിക്കുന്നു? ഓപ്ഷൻ എ തന്നെ പ്രതി, ഓപ്ഷൻ ബി യേശുക്രിസ്തുവിനെ പ്രതി, ഓപ്ഷൻ സി വിജാതിയരെ പ്രതി. ഉത്തരം യേശുക്രിസ്തുവിനെ പ്രതി. നാലാമത്തെ ചോദ്യം, തനിക്ക് രഹസ്യം അറിവായത് എപ്രകാരമാണെന്നാണ് ശ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ നേരിട്ട് ദൈവത്തിൽ നിന്ന്, ഓപ്ഷൻ ബി അരുളപ്പാടു വഴി, ഓപ്ഷൻ സി വെളിപാടു വഴി. ഉത്തരം വെളിപാടു വഴി. അഞ്ചാമത്തെ ചോദ്യം, എഫേസോസ് 3:5 അപ്പസ്തോലന്മാരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ കർത്താവിൻ്റെ ദാസർ എന്ന്, ഓപ്ഷൻ ബി സ്നേഹിതർ എന്ന്, ഓപ്ഷൻ സി അവിടുത്തെ വിശുദ്ധരായവർ എന്ന്. ഉത്തരം അവിടുത്തെ വിശുദ്ധരായവർ എന്ന്. ആറാമത്തെ ചോദ്യം, അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും ക്രിസ്തു രഹസ്യം വെളിവാക്കപ്പെട്ടത് ആരിൽ നിന്ന്? എഫേസോസ് 3:5 അനുസരിച്ച് ഉത്തരം പറയുക. ഓപ്ഷൻ എ ദൈവദൂതരിൽ നിന്ന്, ബി വിശുദ്ധ ഗ്രന്ഥം വഴി, ഓപ്ഷൻ സി പരിശുദ്ധാത്മാവിനാൽ. ഉത്തരം പരിശുദ്ധാത്മാവിനാൽ. ഏഴാമത്തെ ചോദ്യം, ക്രിസ്തു രഹസ്യം ആർക്ക് വെളിപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ വിജാതിയർക്ക്, ഓപ്ഷൻ ബി മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക്, ഓപ്ഷൻ സി ഇസ്രായേലിന് പുറത്തുള്ളവർക്ക്. ഉത്തരം മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക്. എട്ടാമത്തെ ചോദ്യം, കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളുമെന്ന് പറയുന്നത് ആര്? ഓപ്ഷൻ എ ക്രിസ്ത്യാനികൾ, ഓപ്ഷൻ ബി വിജാതിയർ, ഓപ്ഷൻ സി സ്നാനം സ്വീകരിച്ചവർ. ഉത്തരം വിജാതിയർ. ഒൻപതാമത്തെ ചോദ്യം, ആരിൽ ഏറ്റവും നിസ്സാരനാണ് താൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ വിശുദ്ധരിൽ, ഓപ്ഷൻ ബി ശിഷ്യരിൽ, ഓപ്ഷൻ സി അനുയായികളിൽ. ഉത്തരം വിശുദ്ധരിൽ. പത്താമത്തെ ചോദ്യം, സഭയിലൂടെ വ്യക്തമാക്കി കൊടുക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ദൈവമഹത്വം, ഓപ്ഷൻ ബി ദൈവഭക്തി, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം. ഉത്തരം ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം. 11ാമത്തെ ചോദ്യം, നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നത് എപ്രകാരം? ഓപ്ഷൻ എ പ്രവൃത്തി മൂലം, ഓപ്ഷൻ ബി പ്രാർത്ഥന മൂലം, ഓപ്ഷൻ സി ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. ഉത്തരം ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. 12ാമത്തെ ചോദ്യം, ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ പത്രോസ് ശ്ലീഹ കൂടെയുള്ളവരോട്, ഓപ്ഷൻ ബി പൗലോസ് ശ്ലീഹ എഫേസോസുകാരോട്, ഓപ്ഷൻ സി എഫേസോസുകാർ സഹോദരരോട്. ഉത്തരം പൗലോസ് ശ്ലീഹ എഫേസോസുകാരോട്. 13ാമത്തെ ചോദ്യം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായത് ആര്? ഓപ്ഷൻ എ പിതാവ്, ഓപ്ഷൻ ബി പുത്രൻ, ഓപ്ഷൻ സി പരിശുദ്ധാത്മാവ്. ഉത്തരം പിതാവ്. 14ാമത്തെ ചോദ്യം, ദൈവം ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെ? ഓപ്ഷൻ എ തൻ്റെ കൃപയിലൂടെ, ഓപ്ഷൻ ബി തൻ്റെ ആത്മാവിലൂടെ, ഓപ്ഷൻ സി തൻ്റെ കരുണയിലൂടെ. ഉത്തരം
തൻ്റെ ആത്മാവിലൂടെ. 15-ാമത്തെ ചോദ്യം, വിശ്വാസം വഴി ക്രിസ്തു എവിടെ വസിക്കണമെന്നാണ് ശ്ലീഹ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻ എ മനസ്സിൽ, ഓപ്ഷൻ ബി നിങ്ങളുടെ ഹൃദയങ്ങളിൽ, ഓപ്ഷൻ സി ആത്മാവിൽ. ഉത്തരം നിങ്ങളുടെ ഹൃദയങ്ങളിൽ. 16-ാമത്തെ ചോദ്യം, എന്തിൽ വേരുപാകി അടിയുറക്കണമെന്നാണ് ശ്ലീഹ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻ എ കരുണയിൽ, ഓപ്ഷൻ ബി വിശ്വാസത്തിൽ, ഓപ്ഷൻ സി സ്നേഹത്തിൽ. ഉത്തരം സ്നേഹത്തിൽ. 17-ാമത്തെ ചോദ്യം, എല്ലാ വിശുദ്ധരോടുമൊപ്പം എന്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പൗലോസ് ശ്ലീഹ ആശംസിക്കുന്നത്? ഓപ്ഷൻ എ ദേവാലയത്തിൻ്റെ, ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ, ഓപ്ഷൻ സി സ്വർഗത്തിൻ്റെ. ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ. 18-ാമത്തെ ചോദ്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ത്? എഫെസോസ് 3:19 അനുസരിച്ച് ഉത്തരം പറയുക. ഓപ്ഷൻ എ അനന്തമാണ്, ഓപ്ഷൻ ബി അളവില്ലാത്തതാണ്, ഓപ്ഷൻ സി അറിവിനെ അതിശയിക്കുന്നതാണ്. ഉത്തരം അറിവിനെ അതിശയിക്കുന്നതാണ്. 19-ാമത്തെ ചോദ്യം, എങ്ങനെ നിങ്ങൾ പൂരിതരാകാൻ ഇടയാകട്ടെ എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ സ്നേഹത്താൽ, ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ കരുണയാൽ. ഉത്തരം ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ. 20-ാമത്തെ ചോദ്യം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ എത്രമാത്രം ചെയ്തു തരാൻ ദൈവത്തിന് കഴിയും? ഓപ്ഷൻ എ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ, ഓപ്ഷൻ ബി നമ്മുടെ ചിന്തയ്ക്കും അപ്പുറത്തുള്ളത് മാത്രം, ഓപ്ഷൻ സി നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രം. ഉത്തരം നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ. 21-ാമത്തെ ചോദ്യം, എഫെസോസ് ലേഖനം 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻ എ 32 വാക്യങ്ങൾ, ഓപ്ഷൻ ബി 30 വാക്യങ്ങൾ, ഓപ്ഷൻ സി 40 വാക്യങ്ങൾ. ഉത്തരം 32 വാക്യങ്ങൾ. 22-ാമത്തെ ചോദ്യം, പൗലോസ് ശ്ലീഹ ആർക്കു വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്നു? ഓപ്ഷൻ എ ശിഷ്യന്മാർക്കു വേണ്ടി, ഓപ്ഷൻ ബി എഫെസോസുകാർക്ക് വേണ്ടി, ഓപ്ഷൻ സി കർത്താവിന് വേണ്ടി. ഉത്തരം കർത്താവിന് വേണ്ടി. 23-ാമത്തെ ചോദ്യം, എങ്ങനെ ജീവിതം നയിക്കാനാണ് പൗലോസ് ശ്ലീഹ എഫെസോസുകാരോട് അപേക്ഷിച്ചത്? ഓപ്ഷൻ എ എളിമയുള്ള ജീവിതം, ഓപ്ഷൻ ബി വിളിക്ക് യോഗ്യമായ ജീവിതം, ഓപ്ഷൻ സി ത്യാഗപൂർണമായ ജീവിതം. ഉത്തരം വിളിക്ക് യോഗ്യമായ ജീവിതം. 24-ാമത്തെ ചോദ്യം, നിങ്ങൾ അന്യോന്യം എപ്രകാരം വർത്തിക്കുവാനാണ് പറയുന്നത്? ഓപ്ഷൻ എ സഹിഷ്ണുതയോടെ, ഓപ്ഷൻ ബി ഉത്സാഹത്തോടെ, ഓപ്ഷൻ സി ഏക മനസ്സോടെ. ഉത്തരം സഹിഷ്ണുതയോടെ. 25-ാമത്തെ ചോദ്യം, എഫെസോസ് 4:2 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? ഓപ്ഷൻ എ കൊളോസോസ് 3-ാം അധ്യായം 12 മുതൽ 13 വരെ വാക്യങ്ങൾ, ഓപ്ഷൻ ബി കൊളോസോസ് 3:1, ഓപ്ഷൻ സി കൊളോസോസ് 3:10. ഉത്തരം കൊളോസോസ് 3-ാം അധ്യായം 12 മുതൽ 13 വരെ വാക്യങ്ങൾ. 26-ാമത്തെ ചോദ്യം, സമാധാനത്തിൻ്റെ ബന്ധത്തിൽ നിലനിർത്തേണ്ടത് എന്ത്? ഓപ്ഷൻ എ ആത്മാവിൻ്റെ ഐക്യം, ഓപ്ഷൻ ബി സ്നേഹം, ഓപ്ഷൻ സി കാരുണ്യം. ഉത്തരം ആത്മാവിൻ്റെ ഐക്യം. 27-ാമത്തെ ചോദ്യം, നിങ്ങൾ വിളിക്കപ്പെട്ടത് എങ്ങനെ? ഓപ്ഷൻ എ ഒരേ വിശ്വാസത്തിൽ, ഓപ്ഷൻ ബി ഒരേ പ്രത്യാശയിൽ, ഓപ്ഷൻ സി ഒരേ ഐക്യത്തിൽ. ഉത്തരം ഒരേ പ്രത്യാശയിൽ. 28-ാമത്തെ ചോദ്യം, എഫെസോസ് 4:5 ഒന്ന് മാത്രമേയുള്ളൂ എന്ന് പറയുന്നത് എന്തൊക്കെ? ഓപ്ഷൻ എ ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം, ഓപ്ഷൻ ബി
ഒരു ദൈവം, ഒരു വിശ്വാസം, ഒരേ പ്രത്യാശ. ഓപ്ഷൻ സി ഒരു കർത്താവ്, ഒരേ പ്രത്യാശ, ഒരേ മാർഗം. ഉത്തരം ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം. 29ാമത്തെ ചോദ്യം, സകലതിലും ഉപരിയും സകലതിലൂടെയും സകലരിലും വർത്തിക്കുന്നവൻ ആര്? ഓപ്ഷൻ എ ദൈവം, ഓപ്ഷൻ ബി പിതാവ്, ഓപ്ഷൻ സി നമ്മുടെയെല്ലാം പിതാവായ ദൈവം. ഉത്തരം നമ്മുടെയെല്ലാം പിതാവായ ദൈവം. 30ാമത്തെ ചോദ്യം, എഫെസോസ് 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്ത്? ഓപ്ഷൻ എ ഏക കർത്താവ് ഏക ദൈവം, ഓപ്ഷൻ ബി കൃപാവരങ്ങൾ, ഓപ്ഷൻ സി കൃപാവരങ്ങളുടെ വൈവിധ്യം. ഉത്തരം കൃപാവരങ്ങളുടെ വൈവിധ്യം. 31ാമത്തെ ചോദ്യം, ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ കൂടെ കൊണ്ടുപോയത് ആരെ? ഓപ്ഷൻ എ ശിഷ്യന്മാരെ, ഓപ്ഷൻ ബി മനുഷ്യരെ, ഓപ്ഷൻ സി അസംഖ്യം തടവുകാരെ. ഉത്തരം അസംഖ്യം തടവുകാരെ. 32ാമത്തെ ചോദ്യം, ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് നൽകിയത് എന്ത്? ഓപ്ഷൻ എ സമാധാനം, ഓപ്ഷൻ ബി പ്രത്യാശ, ഓപ്ഷൻ സി ദാനങ്ങൾ. ഉത്തരം ദാനങ്ങൾ. 33ാമത്തെ ചോദ്യം, എഫെസോസ് 4:8 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. പഴയ നിയമ ഗ്രന്ഥഭാഗം ഏത്? ഓപ്ഷൻ എ സങ്കീർത്തനം 68:10, ഓപ്ഷൻ ബി സങ്കീർത്തനം 68:18, ഓപ്ഷൻ സി സങ്കീർത്തനം 68:17. ഉത്തരം സങ്കീർത്തനം 68:18. 34ാമത്തെ ചോദ്യം, ക്രിസ്തു ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ ക്രിസ്തു ദൈവമാണ്, ഓപ്ഷൻ ബി വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത് നിറവേറി, ഓപ്ഷൻ സി അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടി. ഉത്തരം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടി. 35ാമത്തെ ചോദ്യം, ക്രിസ്തു ചിലർക്ക് വരം നൽകിയത് ആരെ പരിപൂർണരാക്കാനാണ്? ഓപ്ഷൻ എ മാലാഖമാരെ, ഓപ്ഷൻ ബി ശിഷ്യരെ, ഓപ്ഷൻ സി വിശുദ്ധരെ. ഉത്തരം വിശുദ്ധരെ. 36ാമത്തെ ചോദ്യം, എത്ര ശുശ്രൂഷാ വിഭാഗങ്ങളാകാനാണ് ക്രിസ്തു വരം നൽകിയത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5. ഉത്തരം 5. 37ാമത്തെ ചോദ്യം, ആരെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിൽ എല്ലാവരും എത്തിച്ചേരേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ എ മാലാഖമാരെ കുറിച്ചുള്ള, ഓപ്ഷൻ ബി സ്വർഗത്തെക്കുറിച്ചുള്ള, ഓപ്ഷൻ സി ദൈവപുത്രനെ കുറിച്ചുള്ള. ഉത്തരം ദൈവപുത്രനെ കുറിച്ചുള്ള. 38ാമത്തെ ചോദ്യം, വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്നത് ആര്? ഓപ്ഷൻ എ ശിശുക്കൾ, ഓപ്ഷൻ ബി വൃദ്ധർ, ഓപ്ഷൻ സി യുവാക്കൾ. ഉത്തരം ശിശുക്കൾ. 39ാമത്തെ ചോദ്യം, ആരെപ്പോലെ ജീവിക്കരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ ശിശുക്കളെ പോലെ, ഓപ്ഷൻ ബി അന്യരെ പോലെ, ഓപ്ഷൻ സി വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ. ഉത്തരം വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ. 40ാമത്തെ ചോദ്യം, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞപ്പോൾ അകറ്റപ്പെട്ടത് എന്തിൽ നിന്ന്? ഓപ്ഷൻ എ നിത്യതയിൽ നിന്ന്, ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്, ഓപ്ഷൻ സി സ്വർഗത്തിൽ നിന്ന്. ഉത്തരം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്. 41ാമത്തെ ചോദ്യം, മനസ്സ് മരവിച്ചപ്പോൾ അവർ തങ്ങളെ സമർപ്പിച്ചത് എന്തിന്? എഫെസോസ് 4:19 അനുസരിച്ച് ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ അഹങ്കാരത്തിന്, ഓപ്ഷൻ ബി ഭോഗാസക്തിക്ക്, ഓപ്ഷൻ സി ആഡംബരത്തിന്. ഉത്തരം ഭോഗാസക്തിക്ക്. 42ാമത്തെ ചോദ്യം, ആരിൽ നിന്ന് പഠിച്ചത് ഇതല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ ക്രിസ്തുവിൽ നിന്ന്, ഓപ്ഷൻ ബി യഹൂദരിൽ നിന്ന്, ഓപ്ഷൻ സി
പഴയ തലമുറയിൽ നിന്ന്. ഉത്തരം ക്രിസ്തുവിൽ നിന്ന്. 43-ാമത്തെ ചോദ്യം, ആരെ ദൂരത്തെറിയുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ പിശാചിനെ, ഓപ്ഷൻ ബി ആസക്തികളെ, ഓപ്ഷൻ സി ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ. ഉത്തരം ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ. 44-ാമത്തെ ചോദ്യം, നിങ്ങൾ എപ്രകാരം നവീകരിക്കപ്പെടണം? ഓപ്ഷൻ എ വിശുദ്ധിയിൽ, ഓപ്ഷൻ ബി സ്നേഹത്തിൽ, ഓപ്ഷൻ സി മനസ്സിൻ്റെ ചൈതന്യത്തിൽ. ഉത്തരം മനസ്സിൻ്റെ ചൈതന്യത്തിൽ. 45-ാമത്തെ ചോദ്യം, വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കേണ്ടത് ആരോട് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ അന്യരോട്, ഓപ്ഷൻ ബി തങ്ങളുടെ അയൽക്കാരോട്, ഓപ്ഷൻ സി നഗരവാസികളോട്. ഉത്തരം തങ്ങളുടെ അയൽക്കാരോട്. 46-ാമത്തെ ചോദ്യം, നിങ്ങളുടെ കോപം എപ്പോൾ വരെ നീണ്ടുപോകരുതെന്നാണ് 4:26 പറയുന്നത്? ഓപ്ഷൻ എ സൂര്യൻ ഉദിക്കുന്നത് വരെ, ഓപ്ഷൻ ബി മധ്യാഹ്നം വരെ, ഓപ്ഷൻ സി സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ഉത്തരം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. 47-ാമത്തെ ചോദ്യം, മോഷ്ടാവ് മോഷ്ടിക്കാതെ എങ്ങനെ സമ്പാദിക്കണം എന്നാണ് 4:28 പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ അധ്വാനിച്ച്, ഓപ്ഷൻ ബി ജോലി ചെയ്ത്, ഓപ്ഷൻ സി സ്വന്തം കൈകൾ കൊണ്ട് ജോലി ചെയ്ത്. ഉത്തരം സ്വന്തം കൈകൾ കൊണ്ട് ജോലി ചെയ്ത്. 48-ാമത്തെ ചോദ്യം, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നമ്മെ മുദ്രിതരാക്കിയത് ആര്? ഓപ്ഷൻ എ ദൈവം, ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഓപ്ഷൻ സി ക്രിസ്തു. ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. 49-ാമത്തെ ചോദ്യം, തിന്മകളോടൊപ്പം എത്ര കാര്യങ്ങൾ ഉപേക്ഷിക്കാനാണ് പൗലോസ്ലീഹ എഫെസോസുകാരോട് 4:31 പറയുന്നത്? ഓപ്ഷൻ എ ഒരു കാര്യം മാത്രം, കോപം, ഓപ്ഷൻ ബി 2 കാര്യങ്ങൾ, കോപം അട്ടഹാസം, ഓപ്ഷൻ സി 5 കാര്യങ്ങൾ, വിദ്വേഷം, ക്ഷോഭം, ക്രോധം, അട്ടഹാസം, ദൂഷണം. ഉത്തരം ഓപ്ഷൻ സി 5 കാര്യങ്ങൾ, വിദ്വേഷം, ക്ഷോഭം, ക്രോധം, അട്ടഹാസം, ദൂഷണം. 50-ാമത്തെ ചോദ്യം, പരസ്പരം ക്ഷമിക്കേണ്ടത് എപ്രകാരം? 4:32 അനുസരിച്ച് ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ, ഓപ്ഷൻ ബി സ്നേഹത്തോടെ, ഓപ്ഷൻ സി കരുണയോടെ. ഉത്തരം ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ.